ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇന്ന് ദുഃഖ ശനിയാഴ്ച. ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതയുള്ള ദിനമാണ്. പുത്തൻ വെള്ളവും പുത്തൻ തീയും ഒക്കെ വെഞ്ചരിക്കുന്ന ദിനമാണ്. അതുപോലെ മാമോദീസ ഒക്കെ വ്രതം നവീകരിക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയൊക്കെ ഒരു പുതിയൊരു നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ, പുത്തനൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഏറെ സ്നേഹത്തോടെ വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ പലതരത്തില് അസ്വസ്ഥപ്പെടുത്തുന്ന ഒത്തിരി സങ്കടങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി നമ്മളെ അലട്ടുന്ന ഒത്തിരി സഹനങ്ങൾ, അത് രോഗമാകാം, സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികളാകാം, കുടുംബ സമാധാനമില്ലാത്തതാകാം, എന്തുമായിക്കോട്ടെ, ഏത് സഹനത്തിനും ഒരു ഉയർപ്പുണ്ട്. ഉദിതനായ ഈശോയുടെ സ്നേഹം നമ്മൾ രുചിക്കുമ്പോൾ, പാടുപീട് സഹിച്ച് മരിച്ച അടക്കി ഉയർത്തെഴുന്നേറ്റ ഉദിതനായ ഈശോയുടെ ആ ഒരു ചൂട് അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ഉയർപ്പിനോട് ചേർന്ന് നമ്മുടെ സഹനത്തിൽ ഒരു ഉയർപ്പുണ്ടെന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ ഇന്ന് നമ്മൾ വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 26 തിരുവചനം. തിരുവചനം ഇങ്ങനെയാണ്: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും ഒരു മാറ്റം വരുത്താനായിട്ട് ഏറെ വിശ്വാസത്തോടുകൂടി, ബുദ്ധിയുടെ തലങ്ങളിലല്ല, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഉദ്ധിതനായ ഈശോയെ നോക്കി നമ്മുടെ ജീവിതത്തിന്റെ ഭയങ്കരമായൊരു മാറ്റം വരുത്താൻ ദൈവം നമ്മളെല്ലാവരെയും കരുതലോടുകൂടി സംരക്ഷിക്കുന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് നയിക്കാൻ ഈ വചനം നമ്മെ എല്ലാവരും പൊതിയട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ശിലാഹൃദയം എടുത്തു മാറ്റി നല്ലൊരു മാംസള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.